അതൊന്നും വിഷയമല്ല, അത് ഈ സൗണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും ഇന്നമാതിരിക്കെ പണി വന്നു, അല്ലാതെ ഇതൊക്കെയാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ അവസ്ഥ. അതിനിതാ ഈ സാധനം 150 രൂപ ഈ പണിക്കൂലി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ ഓടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വല്ല ആനക്കട്ടി ഷോർട്ട് റോഡ് ബൈപ്പാസ് എന്നും കൂടി പറയും കേട്ടോ. ബൈപ്പാസ് വഴിയാണ്. ഫോണിലാണ്, എല്ലാവരും ഫോണിലാണ്. എനിക്ക് തോന്നുന്നത് ആ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഫ്രണ്ട് ആപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് പെണ്ണുങ്ങൾ ഫുള്ള് ഫോണിലാണ്, ഫോണിൽ. ഞാൻ തന്നെ പറയാം, അല്ല ഫോണില്ലാത്തവരാണ് എന്തൊക്കെയെന്ന്. അല്ല ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും സംസാരിക്കാൻ ഇവർക്ക് തീരെ വയ്യ. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചൂടാവാൻ, ദേഷ്യപ്പെടാൻ ഭയങ്കര സമയമാണ്. അവർക്ക് പിന്നെ ബാക്കിയുള്ള സമയമൊന്നും വേണ്ട. ഇന്നിപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് പോവാം കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ പ്ലാപ്പറ്റ വർക്ക്ഷോപ്പിലാണ് പോയത്. നോക്കുമ്പോൾ ഇത് നമ്മുടെ കുന്തിപ്പുഴയിലുള്ള അഷറഫാക്കാൻ്റെ വർക്ക്ഷോപ്പാട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം പണിയൊന്നും കുഴപ്പമില്ല. പിന്നെ ഒന്നാമെന്താ പറയുക, ഇപ്പോൾ കൂടുതലും പണിയുടെ പൈസ അവർ പണി പൈസയാണ് അധികം വാങ്ങുന്നത്. കാരണം അധികം വാങ്ങല്ല, എല്ലാവർക്കും പൈസയുടെ ടൈറ്റാണ്, മെയിനായിട്ട് അതാണ്. അല്ലാതെ ഇപ്പം നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞാൽ ആ പണിയുടെ പൈസ നമ്മൾ വാങ്ങില്ലേ, അതേപോലെ തന്നെ. ഇപ്പോൾ വണ്ടി നല്ല മൂവ്മെൻറ്റ്സ് ആട്ടോ, നല്ല മൂവിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറേ നേരം നിന്നു മാത്രമല്ല, ആദ്യം ക്ലച്ച് ഡിസ്ക് അയച്ചു. ക്ലച്ച് ഡിസ്ക് അയച്ചിട്ട് അത് പിന്നെ നേരെ പിരിച്ചിട്ട് പിന്നെ വേറെ പുതിയ ക്ലച്ച് ഡിസ്ക് വാങ്ങിയിട്ട് അത് ലൈറ്റ് കൊണ്ടെടുത്തു. പിന്നെ നിങ്ങൾ കാണുക എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്ക് ദുരിതം തന്നെയാണ്, എന്നും ദുരിതം. കാരണം 600, 700, 900 ഇനിയിപ്പോൾ 1000 രൂപയ്ക്ക് ഓടിയാലും സമാധാനമുണ്ട് കേട്ടോ, അവർക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ ആരും മനസ്സിലാക്കണില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരാളും ഓട്ടോറിക്ഷക്കാരുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കലാണ് എല്ലാവർക്കും. 10 രൂപ കമ്മി ഉണ്ടെങ്കിൽ പോലും അത് ശരി, പിന്നെ കാണുമ്പോൾ തന്നാൽ മതി. പിന്നെ കാണുമ്പോൾ തരില്ല, അവർ പിന്നെ ഓട്ടോ വിളിക്കില്ല, അതുകൂടിയും പറയാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും കൂടിയാണ് ഈ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞത്. പിന്നെ വേറൊന്നുണ്ട്, ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ദാനം ചെയ്യാനും കൂടി മടിക്കാത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾക്കൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവരുണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു മനസ്സും കൂടി ഉള്ള ആൾക്കാരാട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പിരിവേര് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ ഓടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വല്ല പിരിവേര്, അതായത് ഈ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഇപ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക്, ഏതെങ്കിലും രീതിയിൽ പിരിവേരുണ്ടാവും. അപ്പോൾ അവർക്ക് 100 രൂപ 150 200 അവൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് കൊടുക്കും. ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യം പോട്ടെ, വയ്യാതെ കിടക്കുന്ന ഒരാളല്ലേ, ഇനിയിപ്പോൾ അവൻ്റെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ കൂടി അവർ സഹായിക്കാറുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ, ഓട്ടോറിക്ഷക്കാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ എല്ലാവർക്കും പുച്ഛാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുച്ഛത്തോട് കൂടിയുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കും. ഞങ്ങളും നിങ്ങളെ പോലെ ഈ പുച്ഛിക്കുന്ന മനസ്സുള്ള ആൾക്കാരെ പോലെയുള്ള മനുഷ്യന്മാരുടെ കേട്ടോ. ഞങ്ങൾക്കും നിങ്ങളെ പോലെ പുച്ഛിക്കാനും വിവേചനവും വികാരബുദ്ധി എല്ലാം ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കത് അറിയാണ്ടല്ല. പക്ഷെ ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ എടുത്ത് വരുമ്പോൾ, ഓട്ടോ കൊണ്ട് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പലതും ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയെ കൊണ്ട് റോഡിലേക്ക് വരുന്നത്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളെ പോലെ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, വേണ്ടാത്ത ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്.
അപ്പോൾ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം എന്ന് പറയാം. പിന്നെ ലെയ്ത്തത്തെ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് അവിടെ ലെയ്ത്ത് കൊണ്ടുപോയിട്ട് 2 സൈസ് ഉണ്ട്. അത് എൻ്റെ ബുഷ് പോയിരിക്കുകയാണ്. ആ ബുഷ് കറങ്ങാൻ പാടില്ല. ആ ബുഷ് ലെയ്ത്തിൽ വെച്ച് 2 വട്ടം ലെയ്ത്തിൽ വെച്ചിട്ട് അത് ശരിയാക്കി. അത് കുറേ നേരം പണിയെടുത്തിട്ടുണ്ടോ, ഒരു അരമണിക്കൂർ നേരം പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെ 150 രൂപയായി. പിന്നെ ക്ലച്ച് ഡിസ്കിന് 440 രൂപ, 445 400 ചില്ലറായി. മൊത്തം 451 രൂപയായി. പിന്നെ ഓയിൽ വാങ്ങി, അതിന് 135 രൂപ. അങ്ങനെ 800 രൂപ, 900 രൂപ അന്ന് മൊത്തം ചിലവാണ്. ഇന്നത്തെ ചിലവ് കേട്ടോ. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് പോവാലോ. പൈസ പോയാൽ പവർ വരട്ടേത്, പണം പോയി പവർ വരട്ടേന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. പണം പോയാലൊന്നും ഇപ്പോൾ പവർ വരില്ല, പണം തന്നെ പവർ. ഓരോരോ കോലങ്ങൾ. പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഓട്ടം വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ പോവാണ് കേട്ടോ.